ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു BR1 Forever. ഇന്ന് സെക്കൻഡ് ഡേ ആണ്. ഗുഡ് മോർണിംഗ് ഉടുപ്പി. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഡേ ഉടുപ്പി എത്തി. രാവിലെ എത്ര മണി? രാവിലെ 6 മണിയാവുന്നു. 6 മണിയാകുമ്പോൾ റെഡി ആയി കുളിച്ച് ഫ്രഷായി സെറ്റായി. ഇനി ചായ കുടിക്കണം, പിന്നെ അമ്പലത്തിൽ പോയി കാണണം. നല്ല രസമായിരുന്നു. നൈറ്റ് ഫുഡ്. ഹായ് ഗൈസ്. നെക്സ്റ്റ് കഴിഞ്ഞു. ചായ കുടിക്കാൻ വേണ്ടി കട അന്വേഷിച്ച് നടക്കുകയാണ്. അത് തുറന്നിട്ടില്ല. എങ്ങനെയുണ്ട്? കാലത്ത് 6 മണിക്കൊക്കെ ചായ കുടിക്കുന്നത് ആദ്യത്തെ ഇരിക്കില്ലേ? ഞാൻ നിനക്ക് ചായ വേണ്ടടാ? ഇതാണ് ഉടുപ്പി അമ്പലത്തിൻ്റെ എൻട്രൻസ് വരുന്നത്. ഞങ്ങളങ്ങനെ അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് നിറച്ച അമ്പലങ്ങളാണെന്നാണ് കേട്ടിട്ടുള്ളത്. എന്തായാലും ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇവിടുത്തെ ബിൽഡിങ്സൊക്കെ കാണാൻ ഭയങ്കര ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ഗീതാ മന്ദിറാണ്. ഇവിടെ ഇരുന്നിട്ടാണ് ഗീത വായിക്കുന്നത്. ഇത് അമ്പലത്തിൻ്റെ ഒരു മെയിൻ എൻട്രൻസ് അല്ല, സൈഡിലൂടെയാണ് അമ്പലത്തിലേക്ക് നമ്മൾ കയറുന്നത്. എന്തായാലും കൃഷ്ണനെ കണ്ടിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. ഇത് കണ്ടു ഗൈസ്, ഒരു രഥത്തിൻ്റെ ഷേപ്പിൽ വിറക് അടുക്കി വെച്ചിട്ടുള്ളതാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നമ്മൾ ഈ കുളത്തിൻ്റെ സൈഡിലൂടെയാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ഗ്രില്ലിലൊക്കെ ഇങ്ങനെ വള, പിന്ന്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആൾക്കാർ പ്രാർത്ഥിച്ചിട്ട് കെട്ടിയിട്ടുള്ളതായിട്ട് കണ്ടു. രാവിലെ നേരത്തെ വന്നതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ മന്ത്രങ്ങളൊക്കെ ഇങ്ങനെ പറയുന്ന സൗണ്ടുകൾ കേൾക്കുമായിരുന്നു. നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെയായിരുന്നു. ഞങ്ങളങ്ങനെ കൃഷ്ണനെ കണ്ട് തൊഴുതിറങ്ങി. ഇനിയിപ്പോൾ ആരും പ്രസാദം മേടിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ്. ആദ്യത്തെ പോവാ. ഇങ്ങനെയുള്ള പരീക്ഷണം നന്നായിരുന്നു. പോവാ. ഞങ്ങളുടെ പ്രസാദത്തിന് വേണ്ടി ഇടി. എങ്ങനെ അവിടെ അതിന്റെ അടിയിൽ പോയിട്ട് രാവിലെ നേരത്തെ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ കടകളൊന്നും അധികം തുറന്നിട്ടില്ല. കടകളൊക്കെ തുറക്കാനാവുന്നതേ ഉള്ളൂ. ഈ കാണുന്നതാണ് ഉടുപ്പി കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. പക്ഷേ നമ്മൾ ആൾക്കാരൊക്കെ കയറുന്നത് സൈഡിലൂടെയുള്ള എൻട്രൻസിലൂടെയാണ്. അപ്പോൾ അവിടെ കാണുന്ന ചുറ്റും കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളൊക്കെ ഉണ്ട്. അവിടേക്ക് കയറി തൊഴുതു. ക്യൂ ഒക്കെ ഒരുപാടായി. നമ്മൾ അങ്ങനെ ഉടുപ്പി കൃഷ്ണനെ കണ്ട് ഞങ്ങൾ മടങ്ങുകയാണ് മൂകാംബികയിലേക്ക്. എങ്ങനെ കൃഷ്ണനെ വാങ്ങി പിന്നെന്തൊക്കെയാ അമ്മ മാല ഒക്കെ മാല അത് ഇതൊക്കെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അല്ല ഏത് കളറാ വേണ്ടെന്ന് നോക്കിട്ട് അടക്കി
ആദ്യം വിചാരിക്കും നമ്മൾ ലിപ്സ്റ്റിക് ആണെന്ന്, പക്ഷേ ലിപ്സ്റ്റിക് എന്താ അമ്മ മേടിച്ച്? അങ്ങനെ ഞങ്ങൾ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങി ഇനി ഇതാ ബസ്സിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇനി അടുത്തത് മൂകാംബികയിലേക്ക് നേരം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ നിർത്തിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഫ്ലോപ്പായി ഗൈസ്, ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഇനി ഞങ്ങളൊരു ഗഡ്ബഡ് പറഞ്ഞിട്ടുണ്ട് അല്ലേ, അത് ഗഡ്ബഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഇതൊക്കെ കണ്ടില്ല, നമ്മുടെ നാട്ടിലാണൊക്കെ തൈര് തൈര് അമ്മ ബുദ്ധിമുട്ടി കഴിക്കുന്നുണ്ട്. നിനക്ക് ഇഷ്ടമായോടാ അരുണേ? ഫലൂടെയാണ് ഈ ഗഡ്ബഡ് എന്ന് തോന്നുന്നു അല്ലേ? ഇതെങ്കിലും മുതലാവട്ടെ. ഫാൻ ബേസ് മതി. കഴിക്കേ എങ്ങനെയുണ്ട്? ഭാഗ്യം പറഞ്ഞത് എനിക്ക്. അമ്മയുടെ കാലൊക്കെ നീര് വെച്ച്, കാലിന്റെ ഉണ്ട കാണാനില്ല, ഉണ്ട കാണാനില്ല ഗൈസ്. മൂകാംബിക എത്തണ്ടേ ഇനി? മൂകാംബിക എത്തിയാലും വേണ്ടില്ല, ദൈവം എന്നെ ഇവിടെ എവിടെയൊക്കെ എത്തിച്ചില്ലേ, ഞാൻ ഹാപ്പിയാണ്. ഷാരിലേട്ട നമുക്ക് മൂവൊക്കെ തേക്കാം. അതെ, അതിങ്ങനെ ആവുന്ന നല്ല ഉറപ്പാണല്ലോ. അത് കുറച്ചു നേരം കിടന്നു കഴിഞ്ഞാൽ ശരിയാവും, പക്ഷെ കിടക്കാൻ നേരമില്ലല്ലോ, നമ്മൾ ഫുള്ളി ഇരുന്ന് തന്നെ തീർത്തില്ല. അതാണ് മൂകാംബികയുടെ കവാർഡ് എടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ വണ്ടി അവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങള് മൂകാംബികയിൽ എത്തിയതാണ്ട് എൻട്രൻസിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്. അവിടെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്, കുറേ ആൾക്കാർ അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളെന്തായാലും അവിടെ കയറുന്നില്ല. ഇനി മൂകാംബികയിലും പിന്നെ അവിടെയുള്ള ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ ബൈ.